വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് അനാലിസിസിന് വരാൻ പറ്റില്ല. ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയി. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി നമുക്ക് ക്ലൂലെസ് ആയിട്ടുള്ള ഒരു ഇതാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിക്കേ, കാരണം നിക്കയും നിഫ്റ്റി ആയിട്ടുള്ള ഒരു കോറിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൂൾ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിക്കേ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്, അതായത് ചൊവ്വാഴ്ച ഉണ്ടാവുക എന്നുള്ളത്. സോ അന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നിക്കയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് കാണുകയും ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ലൈവായിട്ട് നമ്മളൊരു ബ്രേക്ക് ഔട്ട് കാണുകയും ചെയ്തു. അതിനുശേഷം നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നിക്കയിൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയുടെ കേസിലും ചൊവ്വാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു അപ്പ് മൂവ് തന്നെയാണ്. ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിലൊരു അപ്പ് മൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അത് എന്തായിരിക്കും എന്നുള്ളത് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും നാളത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്നുള്ളത് ലിക്വിഡിറ്റി ആൻഡ് മറ്റ് ഡാറ്റ കൊറിലേഷൻ അനാലിസിസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലിക്വിഡിറ്റി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കൊറിലേഷൻ അനാലിസിസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇത്തരം ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുള്ള ഒരു സമയമായതുകൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ കോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മാർക്കറ്റുകൾ മൂവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് നിഫ്റ്റി കൂടെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ കണ്ടു, മുന്നേ തന്നെ കണ്ടു, നമ്മൾ നിക്കേ അതുപോലെ SPX ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കൊറിലേറ്റ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ്. എസ്പെഷ്യലി നിക്കേ നല്ല രീതിയിൽ മാർക്കറ്റ് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്സെങ്ങും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സൗത്ത് ഏഷ്യൻ കൺട്രീസ് എന്നുള്ള രീതിയിൽ ഇന്ത്യ, ചൈന, ജപ്പാൻ ഒക്കെ കോറിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്സ് ആണ്. സോ ചൈനയിലും ജപ്പാനിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രേഡ് വാർ ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിലൊരു ഡിക്ലൈൻ നമ്മൾ കാണുന്നുണ്ട്. ഒരു എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈന ട്രേഡ് വാർ. അത് ജപ്പാനിലും അതിനെ ബാധിക്കുന്നുണ്ട്, ഇന്ത്യയിൽ അതിനെ എങ്ങനെയായാലും ബാധിക്കുമെന്നുള്ളതാണ്. സോ അത് എങ്ങനെയാണ് ചാർട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എവിടേക്കാണ് ഇനി ലിക്വിഡിറ്റി ബ്രേക്കുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കൊറിലേഷൻ അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഐ വെൽക്കം യു ഓൾ ടു ദ critical analysis of Nifty 50, and I request you to share this content to your friends and make it reach maximum. ഓക്കെ, ലൈക്ക് അടിക്കാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിലെ മറ്റു പ്ലേലിസ്റ്റുകളെല്ലാം വിസിറ്റ് ചെയ്യുക. ഒരുപാട് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇന്നിട്ടിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ റേറ്റിനെ പറ്റി, ഗോൾഡ് റേറ്റിനെ പറ്റി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ റിസർച്ച് ബാക്ക്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ സ്റ്റോക്കിനെ പറ്റിയിട്ടും ബിറ്റ് കോയിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ആണ് നമ്മൾ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഐ റിക്വസ്റ്റ് യു ഓൾ ടു spread this channel to many people, so that will be a motivation for me to do contents like this again. So having said that, I'm moving to the അനാലിറ്റിക്കൽ പാർട്ട്. അപ്പോൾ നിഫ്റ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. ഞാനൊരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാൻവാസിലേക്ക് അതിൻ്റെ ഒരു ബെറ്റർ വിഷന് വേണ്ടിയിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സോൺ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള 21,800 ലിക്വിഡിറ്റി സോൺ. അപ്പോൾ 294 ബില്യണോളം ലിക്വിഡിറ്റി ഉള്ള അത് ഒരുപാട് തവണകളിൽ ഭയങ്കരമായിട്ട് അതൊരു സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1, 2, 3, 4, അതുപോലെ തന്നെ ഇലക്ഷൻ ഫോളിലുള്ള മോഡി ക്യാൻഡിൽ ഫോള് എല്ലാം അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും സപ്പോർട്ട് എടുക്കും എന്നുള്ളത്, ഇവിടെ അഞ്ചാമത്തെ ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു സപ്പോർട്ട് എടുത്ത പോലെയാണ് നമ്മളത് കാണുന്നത്. സോ ആ ഒരു സപ്പോർട്ട് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. സോ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, പ്രൈസ് ആക്ഷൻ തിയറിയിൽ നമുക്കൊരു ഒരു ഒരു ബിലീവ് ഉണ്ട്. ഒരു പ്രത്യേക പ്രൈസിനെ നിരന്തരമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസ് ലെവൽ വീക്ക് ആവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. സോ റെസിസ്റ്റൻസ് എടുത്ത് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഫാറ്റിക് ആവുന്നൊരു സമയമുണ്ട്, ആ സപ്പോർട്ട് ബ്രേക്ക് ആവുന്നൊരു സമയം. സോ അതിന് അങ്ങനെ ഒരു സാധ്യത നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അതിൻ്റെ റീസൺസ് ഞാൻ അടുത്തതായിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഓവറോൾ നോക്കുമ്പോൾ ബിയറിഷ് തന്നെയാണ്. ഇനി ഒരു ബുള്ളിഷ് സെഗ്മെൻറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. 23,800 ബ്രേക്ക് ചെയ്ത് മാത്രമേ നമുക്കൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് മാറാൻ പറ്റുള്ളൂ. അതുവരെ ഇപ്പോഴും ബിയറിഷ് തന്നെയാണ് വെയിറ്റേജ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയുടെ ലോവർ ലെവലാണ് 21,861 എന്ന് പറയുന്ന ആ പ്രൈസ്. അപ്പോൾ നോക്കുമ്പോൾ മിനിയാന്നത്തെ ക്യാൻഡിൽ, ഇന്നലെയല്ല മിനിയാന്നല്ലത് തിങ്കളാഴ്ചത്തെ ഒരു ബ്ലഡ് ബാത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ക്യാൻഡിൽ ആക്ച്വലി ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു ലിക്വിഡിറ്റിൻ്റെ താഴെ നിന്നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടെ ഓപ്പൺ എന്ന് പറയുന്നത് 21,758 ആണ്.
ഓക്കെ. 861 ലിക്വിഡിറ്റിയുടെ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 221,758 വിച്ച് മീൻസ് ആ സപ്പോർട്ടിന് താഴെ പോയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊരു റീട്രേസ്മെൻറ്റ്, അതായത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള റീട്രേസ്മെൻറ്റ് ആകാനും ഇത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു വ്യൂ എന്നുള്ളതാണ്. പലർക്കും പലതരത്തിലുള്ള വ്യൂ ആണ്. ദിസ് ഈസ് ഓൺലി മൈ പേഴ്സണൽ വ്യൂ ആൻഡ് ഐ എം ഷെയറിങ് ദാറ്റ് വ്യൂ ഓക്കെ ടു യു. അപ്പോൾ ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറുകയാണ്. ലോവർ ലെവൽ ടൈം ഫ്രെയിമിലേക്ക് മാറുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സെൽ ഇൻഡിക്കേഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു സെൽ ഇൻഡിക്കേഷൻ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്തിട്ടാണ് വീണ്ടും ആ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. സോ ഐ ബിലീവ് ദിസ് ഈസ് എ പുൾ ബാക്ക് ആൻഡ് ദർ വിൽ ബി ഫർദർ സെല്ലിംഗ് ടുമോറോ ഓർ നെക്സ്റ്റ് വീക്ക്. മേ ബി ടുമോറോ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ അത്യാവശ്യം നല്ല രീതിയിലൊരു എന്താ പറയുക, ഇത്രത്തോളം പോയിട്ടില്ലെങ്കിൽ പോലും നിഫ്റ്റിയിൽ ഫസ്റ്റ് ലെവലിൽ എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ടെസ്റ്റ് ചെയ്യലായിരിക്കും. ഫോർ എക്സാമ്പിൾ 21,750 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി. സോ ഇവിടെ നമുക്കറിയാം നല്ല രീതിയിൽ നേരത്തെയുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ട്, ഒരു കുറേ കാലങ്ങളായിട്ട് എടുക്കുന്ന ആ ഒരു സപ്പോർട്ട്. സോ ആ സപ്പോർട്ട് വളരെ പവർഫുൾ ആണെങ്കിൽ വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യാനാണ് മാർക്കറ്റ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി അതല്ല, മീൻസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം ഏഷ്യൻ കൺട്രീസിനുള്ള സെല്ലിംഗ് പ്രഷർ കാരണം അത് നിഫ്റ്റിയിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരാഴ്ചയോട് കൂടി നമുക്ക് നല്ല രീതിയിലൊരു ബ്ലഡ് ബാത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏകദേശം 21,000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 21,060 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു റീസണാണ് നിക്കയുടെ ചാർട്ട്. ഇപ്പോൾ നിക്കെ ഞാൻ പറഞ്ഞു, നിക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഉള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് നിക്കെ. സോ കഴിഞ്ഞ ദിവസം നമ്മൾ നിക്കെ മേലെ പോയതുകൊണ്ടാണ് നമുക്ക് നിഫ്റ്റി മേലെ പോയതെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്, നമ്മൾ ഇവിടെയും 15 മിനിറ്റിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിച്ച് വേണം നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നിക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിക്കെ എവിടെയാണ് നിന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നിക്കെ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടുത്തെ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കണ്ടു, അതിനെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ പറയാം. അതിനുശേഷമാണ് നിക്കെ ഏകദേശം 1,500 പോയിന്റ് വീണിട്ടുള്ളത്. ഇപ്പോഴും വീണുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഒരു വീഴ്ച അത്യാവശ്യം നല്ല രീതിയിൽ 30,000 എന്ന് പറയുന്ന രീതിയിൽ ഒരു 6% ഒക്കെ വീഴ്ച കണ്ടിന്യൂ ചെയ്യാൻ നിക്കയിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ മിനിഞ്ഞാന്ന് നിക്കെ മേലെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നലെ മേലെ പോയതുകൊണ്ട് അത് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്തു. ഇന്നൊരു എക്സ്പയറിയാണ് നിഫ്റ്റിക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ബുധനാഴ്ച ഒരു നോർമൽ അല്ലാത്തൊരു എക്സ്പയറിയാണ്, സാധാരണ വ്യാഴാഴ്ചകളാണ് ഉണ്ടാവുക. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു തരത്തിൽ നിക്കെ ഫോളോ ചെയ്തിട്ടും നിഫ്റ്റി ഇങ്ങനെ സൈഡ് ബൗണ്ട് ആവാനുള്ള കാരണം, റേഞ്ച് ബൗണ്ട് ആവാനുള്ള കാരണം. പക്ഷേ നിക്കയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൾ ഇപ്പോഴും നിഫ്റ്റിയിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനാലിസിസ്. അപ്പോൾ ആ ഒരു ഫോൾ എങ്ങനെയായാലും നിഫ്റ്റി കൂടെ കവർ ചെയ്യും. അത് നിഫ്റ്റി നാളെയോ അല്ലെങ്കിൽ അടുത്ത വീക്കോ ആയിട്ടാണ് സമയം കണ്ടെത്തുക. സോ വി ആർ ഹാവിങ് ആൻ ഇൻപെൻഡിങ് ക്രാഷ് ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു 1000 മോർ പോയിൻറ്റ്സ് അല്ലെങ്കിൽ 800 മോർ പോയിൻറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബിനാർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് റണ്ണിംഗ് ആണ്. നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട്. 10 days അല്ലെങ്കിൽ 10 hours ആണ് നമ്മളുടെ വെബിനാറിൻ്റെ ഇത് എന്ന് പറയുന്നത്. ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ ആണ് പഠിപ്പിക്കുന്നത്, ട്രേഡിംഗ് അല്ല. ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള അതിൻ്റെ ബേസിക്കും അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലുകളുമാണ്. അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ലിക്വിഡിറ്റി ലെൻസ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, ഗോയിങ് ബാക്ക് ടു ദ അനാലിസിസ്. സോ പറഞ്ഞതുപോലെ നിക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നിക്കെ ഇന്നലെ, അതായത് 8-ാം തീയതി രാത്രി എവിടെയാണോ ക്ലോസ് ചെയ്തത് ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ഏരിയ സെല്ലിംഗ് പ്രഷറോട് കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ഏരിയ സെല്ലിംഗ് പ്രഷറോട് കൂടി അത് ബ്രേക്ക് ചെയ്ത് ശേഷം ആണ് ഈ ഒരു ഫോൾ വന്നിട്ടുള്ളത്. സോ ഈ ഫോളാണ് നമുക്കിനി നിഫ്റ്റിയിൽ ഇമ്പെൻഡിങ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആ ഒരു ഫോള് നമുക്ക് ആദ്യം നോക്കേണ്ടത് 21,821 വരെയും, വീണ്ടും അത് ഭയങ്കര പവർഫുൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ 21,000 വരെയും നമുക്ക് അടുത്തൊരു വീക്കിൽ നിഫ്റ്റിയെ ഒരു ഫോൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു കോറിലേഷൻ ഇൻടാക്റ്റ് ആണോ എന്ന് കൂടി നോക്കാം. കാരണം മാർക്കറ്റുകൾ പല തരത്തിലാണ് ഇപ്പോൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രശ്നം കാരണം.
ഇന്ത്യക്ക് കുറേ പ്രശ്നമില്ല എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. ചൈനയുമായിട്ടാണ് കൂടുതൽ പ്രശ്നം. അതുകൊണ്ട് ചൈന ഫോളോ ചെയ്യുന്ന പോലെ ഇന്ത്യ ഫോളോ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഹാങ്സെങ് കൂടി ഒന്ന് നോക്കാം. ഹാങ്സെങ് നോക്കുന്ന സമയത്ത് ഹാങ്സെങ്ങിലും അത്യാവശ്യം നല്ല രീതിയിലൊരു ഫോള് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ. കണ്ടില്ലേ? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ ഒരു ഫോള് ഇപ്പോഴും നിഫ്റ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അതിനുശേഷം റിക്കവറി ഒക്കെ ഉണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ കുറച്ചൊരു ഫോൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. സോ കൊറിലേഷൻ കൂടി നമുക്ക് നോക്കാം. കൊറിലേഷന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾ എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയാണ് നമ്മൾ കൊറിലേറ്റ് ചെയ്യുന്നത്. കൊറിലേറ്റ് ചെയ്യുന്നത് ഇൻഡെക്സുകൾ ഹാങ്സെങ്, അതുപോലെ തന്നെ നിക്കെ, SPX, അതുപോലെ US ഓയിൽ കൂടി നമുക്ക് നോക്കാം. കാരണം നമ്മളൊരു ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രി ആയതുകൊണ്ട് US ഓയിൽ വരുന്നതും നമ്മൾ ബാധിക്കുന്നൊരു വിഷയം തന്നെയാണ്. സോ 100 ക്യാൻഡിൽസിനാണ് നോക്കുന്നത്. ലെറ്റ്സ് സി എന്താണ് കാണിക്കുന്ന കൊറിലേഷൻ എന്നുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിഫ്റ്റി ആയിട്ടുള്ള കൊറിലേഷൻ. എല്ലാം ഹാങ്സെങ്ങും നിക്കയും SPXും US ഓയിലും സ്ട്രോങ് കൊറിലേഷനാണ്. ഈ പറയുന്ന 4 ഇൻഡെക്സുകളും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ SPX ആണ് നോക്കാത്തുള്ളത്. അതുപോലെ തന്നെ US ഓയിലും SPX ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടുണ്ട്. US ഓയിൽ സെല്ലിംഗ് പ്രഷറിലാണ്, ഇവിടെ മുതലേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വീക്കിൽ നിഫ്റ്റിക്കൊരു 100 പോയിന്റ് കൂടി വീഴാനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കൊറിലേഷൻ അനാലിസിസിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു തരത്തിൽ വേണം നമ്മളിനി ട്രേഡുകൾ എന്തെങ്കിലും തന്നെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇനി എന്താ പറയുക, ബൈയിങ് പ്യുവർ ബൈയിങ് നമുക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാം വിക്സ് എല്ലാം ഭയങ്കര ഹൈ ആണ്. ഇന്ത്യ വിക്സ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ വിക്സ് ഒരു 20ൽ താഴെയുള്ള സ്ട്രൈക്കുകൾ മാത്രം എടുക്കുക. അതായത് ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി 20ൽ താഴെയുള്ള സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം മാത്രം എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാലും പ്രോഫിറ്റ് ആവണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ കമ്പൈൻഡ് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെയാണ്, സ്പ്രെഡുകളൊക്കെയാണ്. സോ അത്തരത്തിൽ നല്ല സ്ട്രാറ്റജികളിലേക്ക് അവരുള്ളവർക്ക് അങ്ങനെ എടുക്കാം. സോ ദ ഡയറക്ഷൻ വിൽ ബി bearish direction. That is what the analysis says. So that's it. നമുക്ക് ഞാനിപ്പോൾ അനാലിസിസ് റാപ്പപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും ട്രേഡിംഗ് വ്യൂവിൻ്റെ കോഴ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ആൻഡ് ഇംപ്രൂവ് യുവർ ക്യാപ്പബിലിറ്റി. അപ്പോൾ മാർക്കറ്റ് ഇനി ഒരു ബുൾ റണ്ണിലേക്ക് റിവേഴ്സ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ലേണിങ്ങും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ലിക്വിഡിറ്റി ലെൻസൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് സ്ക്രീനറുകൾ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നതാണ്. സോ യു ക്യാൻ ജോയിൻ ഫോർ ദി നെക്സ്റ്റ് ബാച്ച് ആൻഡ് സീ യു ടുമോറോ ഫോർ ദി അനാലിസിസ്. ബൈ ബൈ.